നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദ യോഗം. 18 അധ്യായങ്ങളുടെയും പേരിൽ യോഗം എന്ന ഒരു വാക്കുണ്ട്. യോഗം എന്നാൽ ചേർന്ന് നിൽക്കുന്നത്, ചേരുക എന്നൊക്കെയാണ് അതിനർത്ഥം. അപ്പൊ ഇവിടെ നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കാനുള്ള പലതരം മാർഗങ്ങളെ കുറിച്ചാണ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത്. ഇത് ഇവിടെ ആദ്യത്തെ അധ്യായത്തിൽ അർജുനന്റെ വിഷാദം, ആ വിഷാദം പോലും പിന്നീട് ഭഗവാനിൽ മനസ്സ് വെച്ചുകൊണ്ടുള്ള ഒരു യോഗത്തിലേക്ക് അർജുനനെ എത്തിച്ചു. എങ്ങനെയാണ് ഈ വിഷാദം യോഗമായി തീരുന്നത്? വിഷാദത്തിലൂടെ ഭഗവാനിൽ മനസ്സ് വയ്ക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇത് നമുക്ക് ഈ അധ്യായത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ അറിയാൻ സാധിക്കും. എന്തായാലും ഒരു ആമുഖം എന്ന നിലയിൽ പറയുകയാണെങ്കിൽ, തൻ്റെ എല്ലാ ദുഃഖങ്ങളും ഒരു സുഹൃത്തിനോടെന്ന പോലെ അർജുനൻ തുറന്നു പറഞ്ഞത് ഭഗവാനോടാണ്. അങ്ങനെ ഭഗവാനോട് തൻ്റെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ഭഗവാനിൽ നിന്ന് കൃത്യമായ മാർഗനിർദ്ദേശം അർജുനന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ഭഗവാനിൽ മനസ്സ് വെച്ചുകൊണ്ടുള്ള ഒരു യോഗമായി തീർന്നു. ഇത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കാവുന്നതാണ്. പൊതുവെ ദുഃഖം വരുമ്പോൾ നമ്മൾ ദൈവമേന്ന് വിളിച്ച് എന്താ എനിക്ക് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സുഖവും ദുഃഖവും ആകുലതകളും ആശങ്കകൾ എന്തുമാവട്ടെ, അത് ഭഗവാനോട് അടുത്ത ഒരു ബന്ധുവിനോടെന്ന പോലെ, ഒരു സുഹൃത്തിനോടെന്ന പോലെ അത് പങ്കുവയ്ക്കാനുള്ള ഒരു ശീലം നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പക്ഷേ ഒരു സുഹൃത്തിനോടോ നമ്മുടെ അടുത്ത ബന്ധുവിനോടോ ആണ് നമ്മുടെ ദുഃഖങ്ങൾ പറയുന്നതെങ്കിൽ അവർക്ക് പോലും ഉറപ്പില്ല ഇത് നന്നാവോ ഇല്ലയോ എന്ന്. എന്നാലും നമ്മളുടെ ഒരു സമാധാനത്തിന് അവർ പറയും, വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എന്നാൽ ഈ ലോകത്തിൻ്റെ ഓരോ ചലനവും അറിയുന്ന ഭഗവാനോടാണ് നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ഭഗവാൻ അറിയാം അടുത്ത നിമിഷം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ ഒരു കൃത്യമായ മാർഗനിർദ്ദേശം നമുക്കത് കിട്ടുക തന്നെ ചെയ്യും. കാരണം ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് അറിയുന്ന ഒരാളാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഗുണം, ഫലം, അത് മറ്റെന്തിനേക്കാളും ഒരു ബന്ധുവിനോ സുഹൃത്തിനോ നമുക്ക് തരാൻ പറ്റുന്ന ഉപദേശത്തെക്കാളും എത്രയോ വലുതാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്തും ഭഗവാനോട് പറഞ്ഞ് ശീലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ അതൊരു യോഗമായി തീരും. അതായത് മനസ്സ് ഭഗവാനിൽ എപ്പോഴും ഇങ്ങനെ ഉറച്ചു നിൽക്കും. ഒരു റേഡിയോ അല്ലെങ്കിൽ ടിവിയുടെ ഒരു സിഗ്നൽ കിട്ടുമ്പോഴാണ് ആ ടിവിയിലെ റേഡിയോയില് ആ പരിപാടി നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാന്റെ സിഗ്നൽ നമുക്ക് കിട്ടണമെങ്കിൽ നിരന്തരം ഭഗവാനുമായിട്ട് സംസാരിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയത് കൊണ്ടാണ് അർജുനന്റെ ആ വിഷാദം പോലും ഒരു യോഗമായി തീർന്നത്. അപ്പോ ഭഗവത്ഗീതയിലെ ആദ്യത്തെ പാഠം തന്നെ ഇതാണ്: നിങ്ങളുടെ സുഖവും ദുഃഖവും ആകുലതകളും വിഷാദവും എന്തുമാവട്ടെ എല്ലാം ഭഗവാനോട് പങ്കുവയ്ക്കുക. ഒരു സുഹൃത്തിനോടെന്ന പോലെ, ഒരു ബന്ധുവിനോടെന്ന പോലെ ഭഗവാനെ കൂടെ നിർത്തുക. തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു അനുഭവം, അതായത് ഭഗവാൻ നമ്മെ നയിക്കുന്നു എന്ന ആ ഒരു അനുഭവം തന്നെ ഉണ്ടാകും എന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാനൊരു
ഒരു ഗ്യാരണ്ടി ആയിട്ട് പറയാണ്, തീർച്ചയായും നിങ്ങൾക്കത് ഉണ്ടാവും, അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ അർജുനന്റെ വിഷാദം ഒരു യോഗമായി തീർന്നതെങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഇതിന്റെ ആദ്യ അധ്യായത്തിൽ പറയുന്നത്. ഇങ്ങനെ അധ്യായമായിട്ട് തിരിച്ചത് യഥാർത്ഥത്തിൽ പിന്നീട് വന്ന വ്യാഖ്യാതാക്കളാണ് എന്നാണ് പറയുന്നത്. വേദവ്യാസൻ അല്ല ഇങ്ങനെ അധ്യായങ്ങളായിട്ട് തിരിച്ചത്. വേദവ്യാസൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയേ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ശ്രീ ശങ്കരാചാര്യരെ പോലെയുള്ള വ്യാഖ്യാതാക്കളാണ് ഇതിന് ആ അധ്യായത്തിന്റെ ഓരോ എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് അത് വെച്ച് അതിനൊരു അധ്യായത്തിനൊരു പേര് കൊടുത്തു എന്ന് മാത്രം. അപ്പൊ ഇവിടെ നമുക്കറിയാം, യുദ്ധം തുടങ്ങുന്ന ആ ഒരു സാഹചര്യമാണ് ഭഗവത്ഗീതയുടെയും ഒരു ആമുഖം പോലെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഭഗവത്ഗീത പറയേണ്ടി വന്നു, ഭഗവാന് ഗീത ഉപദേശിക്കേണ്ടി വന്നു എന്ന സാഹചര്യത്തെ കുറിച്ചാണ് ഈ ഒരു ആദ്യ അധ്യായത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും അത് വളരെയധികം ഈ ഒരു അധ്യായം അത് തീർച്ചയായും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കാരണം അത് ഗീത ഉപദേശിക്കാനുണ്ടായ സാഹചര്യം എന്താണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവത്ഗീത തുടങ്ങുന്നത് ഇതിന്റെ 2ാമത്തെ അധ്യായം മുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വ്യാഖ്യാതാക്കളെങ്കിലും 2ാം അധ്യായം മുതൽ മാത്രമേ ഭഗവത്ഗീതക്ക് ഒരു വ്യാഖ്യാനം രചിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ ആദ്യത്തെ അധ്യായം അറിഞ്ഞിരിക്കേണ്ടത് അത്രയും അത്യാവശ്യവും ആണ്. അപ്പൊ യുദ്ധം അടുത്തു വരുന്തോറും ധൃതരാഷ്ട്രർക്ക് ഉറക്കമില്ലായ്മയും പരിഭ്രാന്തിയും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ധൃതരാഷ്ട്രരുടെ വിശ്വസ്ത മിത്രമാണ് സഞ്ജയൻ. സഞ്ജയനാകട്ടെ ആ ഒരു സത്യബോധം ഉൾക്കൊണ്ട് ഇന്ദ്രിയ ജയം നേടിയ വ്യക്തിയാണ്. ഇവിടെ ഈ ഹസ്തിനപുരിയിലുള്ള ഏറ്റവും തലമുതിർന്ന ഭീഷ്മരെ തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും തന്നെ ഈ യുദ്ധത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ അതിന് സാധിക്കാത്ത ഒരു വ്യക്തിയാണ് ധൃതരാഷ്ട്രർ. കാരണം അദ്ദേഹം അന്ധനാണ്. മറ്റൊരു സഹോദരനായിട്ടുള്ള വിതുരർ ഇതിനു മുൻപേ തന്നെ, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ദുര്യോധനന്റെ അധിക്ഷേപ വാക്കുകൾ കേട്ട് ഹസ്തിനാപുരം വിട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്രർ ഒഴികെ ബാക്കി എല്ലാവരും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ധൃതരാഷ്ട്രർക്ക് യുദ്ധം നേരിട്ട് കാണാൻ കൊതിയുണ്ടെങ്കിൽ ദിവ്യദൃഷ്ടി നൽകാമെന്ന് വ്യാസൻ അറിയിച്ചു. വ്യാസൻ ധൃതരാഷ്ട്രരുടെ അച്ഛനും കൂടിയാണ്. എന്നാൽ തനിക്കത് നേരിട്ട് കാണാൻ ശക്തിയില്ല, യുദ്ധത്തിൽ സംഭവിക്കുന്നതൊക്കെ പറഞ്ഞു കേട്ടാൽ മതി എന്നായിരുന്നു രാജാവിന്റെ അപേക്ഷ. അങ്ങനെയാണ് അതിനനുസരിച്ച് തന്റെ ഉറ്റമിത്രമായ ആ സഞ്ജയന്, വ്യാസന്റെ ശിഷ്യനും കൂടിയാണ് സഞ്ജയൻ, അങ്ങനെ വ്യാസഭഗവാൻ സഞ്ജയന് ആ ഒരു ദിവ്യദൃഷ്ടി നൽകുകയാണ് ചെയ്യുന്നത്. എവിടെ ഇരുന്നാലും സഞ്ജയന് ആ യുദ്ധം മുഴുവൻ കാണാൻ കഴിവുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആദ്യമേ വേണമെങ്കിൽ യുദ്ധത്തെക്കുറിച്ചൊരു തത്സമയ സംപ്രേഷണം തന്നെ കേൾക്കാമായിരുന്നു ധൃതരാഷ്ട്രർക്ക്. പക്ഷേ അപ്പോഴും ധൃതരാഷ്ട്രരുടെ ഒരു വിശ്വാസം, തന്റെ ആളുകൾ കൗരവർ ഈ യുദ്ധം ജയിക്കുമെന്നും ആ ജയിച്ചു എന്ന വാർത്ത തനിക്ക് അറിഞ്ഞാൽ മതി എന്ന ഒരു ആത്മവിശ്വാസത്തിൽ ആദ്യമൊന്നും ഈ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാൻ ധൃതരാഷ്ട്രർ കൂട്ടാക്കിയില്ല. എന്നാൽ യുദ്ധം തുടങ്ങി 10ാമത്തെ ദിവസം ധൃതരാഷ്ട്രരെ ഞെട്ടിച്ചുകൊണ്ട് ഭീഷ്മർ നിലംപതിച്ചു എന്ന് അറിഞ്ഞപ്പോൾ, അത് സഞ്ജയൻ വന്ന് ധൃതരാഷ്ട്രരോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്തം വിട്ടിരുന്നു പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭീഷ്മർ ഒറ്റയ്ക്ക് ആ യുദ്ധം ജയിക്കുമെന്ന് പോലും ധൃതരാഷ്ട്രർക്ക് അത്രയും വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഭീഷ്മർ നിലംപതിച്ചു എന്ന് കേട്ടപ്പോ ആകെ പരിഭ്രാന്തനായിട്ടുള്ള ആ ധൃതരാഷ്ട്രർ യുദ്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചു. അപ്പൊ സഞ്ജയൻ ചുരുക്കി പറഞ്ഞ് ധൃതരാഷ്ട്രരെ കേൾപ്പിച്ചു. പക്ഷെ ചുരുങ്ങിയ വിവരണം കൊണ്ട് തൃപ്തിപ്പെടാതെ ആ യുദ്ധം തുടക്കം മുതൽ വിസ്തരിച്ച് ഓരോ നിമിഷവും എന്ത് സംഭവിച്ചു എന്നത് അറിയാൻ വേണ്ടിയിട്ട്
അങ്ങനെ ധൃതരാഷ്ട്രർ ചോദിച്ചതാണ്. അതാണ് ഈ ഭഗവത്ഗീത എന്ന പുസ്തകത്തിന്റെ ഒരു തുടക്കമായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ധൃതരാഷ്ട്രർ ഒരിക്കലും ഈ ഭഗവത്ഗീത കേൾക്കാൻ വേണ്ടിയല്ല ചോദിച്ചത്. കാരണം ഒന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അങ്ങനെ ഒരു ഗീതാ ഉപദേശം അവിടെ നടന്നു എന്നൊന്നും അദ്ദേഹം അറിയില്ല. മാത്രമല്ല അദ്ദേഹത്തിന് അതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല. കാരണം അദ്ദേഹം ഒരു തമോ ഗുണിയായ ശ്രോതാവാണ്. ഈ തമോ ഗുണിയായ ശ്രോതാവായതുകൊണ്ട് തന്നെ ഒരു ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിച്ചതുപോലെ ആയിരുന്നു ധൃതരാഷ്ട്രർക്ക് ഭഗവത്ഗീത മുഴുവൻ കേട്ടിട്ടും ഉണ്ടായത്. യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്രർ യുദ്ധത്തിന്റെ വിവരം അറിയാനുള്ള ആകാംക്ഷയിൽ ഈ ഭഗവത്ഗീതയൊന്നും അങ്ങോട്ട് മനസ്സിലേക്ക് കൊണ്ടുപോയതേയില്ല. ആ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ഭീഷ്മർ നിലംപതിച്ചത്, അതറിയാനായിരുന്നു താത്പര്യം. പക്ഷേ ഒരു ഭക്തനും കൂടി ആയിട്ടുള്ള സഞ്ജയന് ആ ഭഗവത്ഗീത മുഴുവനും വിശദീകരിക്കാതെ അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് സഞ്ജയൻ ഇത്രയും വിശദീകരിച്ച് ആ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത്. ഇതാണ് ആമുഖത്തിൽ ഞാൻ പറഞ്ഞത്. ഭഗവത്ഗീത 700 ശ്ലോകങ്ങളും കേട്ടതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഒരു അത്ഭുതവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ അങ്ങനെ ഒന്ന് ധൃതരാഷ്ട്രരുടെ ജീവിതത്തിലും സംഭവിക്കണമായിരുന്നു. കാരണം അർജുനന് ശേഷം ഭഗവത്ഗീത മുഴുവനായിട്ടും കേട്ട ഒരാളാണ് ധൃതരാഷ്ട്രർ. പക്ഷെ ഒരു തരത്തിലും അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ ബാധിച്ചതേയില്ല. അതാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അന്ധത്വം അത് ശരീരത്തിന് മാത്രമായിരുന്നില്ല, മനസ്സിനുമുണ്ടായിരുന്നു. അതിന്റെ കാരണമൊക്കെ നമുക്ക് ഈ ആദ്യത്തെ ആ ശ്ലോകത്തിൽ തന്നെ കാണാം. അതുകൊണ്ട് ധൃതരാഷ്ട്രർ ഭഗവത്ഗീത കേട്ടതുപോലെ കേട്ടിട്ട് ഒരു ഫലവും ഇല്ല. അപ്പോൾ എങ്ങനെ കേൾക്കണം ഭഗവത്ഗീത? ഇതിന് 3 ഘട്ടമാണുള്ളത്. ശ്രവണം, മനനം, നിധിധ്യാസം. ശ്രവണം എന്നാൽ ഒറ്റ വാക്കിൽ അർത്ഥം പറഞ്ഞാൽ കേൾവി. പക്ഷെ എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടെ കേൾക്കണം. ഈ ശ്രദ്ധയോടെ എന്ന് പറയുമ്പോൾ അപ്പോഴും നമ്മൾ മലയാളത്തിൽ അതിനൊരു അർത്ഥം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ, അതിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കൂ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. എന്നാൽ സംസ്കൃത ഭാഷയിൽ ശ്രദ്ധ അല്ലെങ്കിൽ ആധ്യാത്മിക ഭാഷയിൽ ശ്രദ്ധ എന്നതിനർത്ഥം ആ പറയുന്ന ആളിലുള്ള വിശ്വാസം, ദൃഢമായ വിശ്വാസം, അതാദ്യം വേണം. പറയുന്നത് ഭഗവാനാണ്, ആ ഭഗവാനിൽ 100% ദൃഢമായിട്ട് വിശ്വസിക്കുകയും അങ്ങനെ ഭഗവാന്റെ വാക്കുകളെയും വിശ്വസിക്കണം. അല്ലാതെ ഭഗവാൻ ഒരു കാര്യം പറയുമ്പോൾ ഇതൊക്കെ നടക്കുവോ, ഇതൊക്കെ നമ്മളെ കൊണ്ടാവുമോ, ഇങ്ങനെ ഒരു സംശയം വന്നാൽ തന്നെ അവിടെ തീർന്നു. പിന്നെ ഭഗവത്ഗീത കേട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതേസമയം ഭഗവാൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും അർജുനനെ പോലെ ലൗകികനായ ഒരാൾക്ക് ഇത് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഒരു ലൗകികനായ എനിക്കും ഇത് സാധിക്കും, ഇത് സാധിക്കണം. അതിനാണ് ഭഗവാൻ ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞതാണ്, ഇത് സത്യമായ വാക്കാണ്, ഇത് ഞാൻ വേണ്ട വിധത്തിൽ ആചരിച്ചാൽ എനിക്കിത് ഫലവത്താകും എന്ന ദൃഢമായ വിശ്വാസത്തോടുകൂടിയുള്ള ശ്രവണമാണ് യഥാർത്ഥ ശ്രവണം. അങ്ങനെ കേട്ടാൽ തന്നെ ഭഗവത്ഗീതയുടെ ആദ്യഘട്ടം നമ്മൾ അതിന് അധികാരികളാവുക എന്ന് വെച്ചാൽ ഗീത കേൾക്കാനുള്ള അർഹത നേടുക. അതാണ് ആദ്യത്തെ പടി. അത് നേടണം. അതിന് ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം വേണം. ഭഗവാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ നമുക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞു കൊടുത്തത്, നമുക്കിത് സാധിക്കുമെന്നതുകൊണ്ടാണ് ഭഗവാൻ ഇത് പറഞ്ഞു കൊടുത്തത് എന്ന ഉറച്ച വിശ്വാസത്തോടെ ഭഗവത്ഗീത കേൾക്കുക എന്നത് ആദ്യത്തെ പടി. അതാണ് ശ്രവണം.
ഇനി മനനം. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി സ്വയം ചിന്തിക്കണം. ആരൊക്കെ നിങ്ങൾക്ക് ഗീത ഉപദേശിച്ചാലും അല്ലെങ്കിൽ ഗീതയുടെ അർത്ഥം പറഞ്ഞു തന്നാലും അത് അതേപടി അങ്ങോട്ട് സ്വീകരിക്കാതെ അതിലെ നെല്ലും പതിരും എന്താ പറയാ, അതിനെടുക്കുക എന്ന് പറയില്ലേ, നെല്ലിൽ നിന്ന് പതിരെടുക്കുന്നത് പോലെ ആ പറഞ്ഞത് ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഇട്ടിട്ട് അതിനെ അയവിറക്കുക എന്ന് പറയും. നമ്മുടെ പശു, ആട്, ഇവരൊക്കെ ഇതൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറെ നേരം കഴിഞ്ഞ് വീണ്ടും എടുത്ത് പുറത്തേക്ക്, അതായത് വായിലേക്ക് കൊണ്ടുവന്ന് അതിനെ വീണ്ടും ചവച്ചരയ്ക്കും. അതിൻ്റെ ഒരു സ്വഭാവമാണ്. ഇതേപോലെ കേട്ട ഭഗവത്ഗീത അതുപോലെ അങ്ങ് വെള്ളം തൊടാതെ അങ്ങോട്ട് എന്താ പറയാ സ്വീകരിക്കുകയല്ല ചെയ്യേണ്ടത്. പകരം ചിന്തിക്കുക, അതിനെക്കുറിച്ച് മനനം ചെയ്യുക, സ്വയം മനനം ചെയ്യണം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയ്ക്ക് ഇത്രയധികം വ്യാഖ്യാനം വന്നത് തന്നെ അതുകൊണ്ടാണ്. കാരണം ഓരോരുത്തരുടെ മനസ്സിലും വരുന്ന അതിൻ്റെ അർത്ഥതലം വേറെയായിരിക്കും. മനനം ചെയ്യുമ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നല്ല ശ്രവണം, അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് മനനം ചെയ്യുക. പിന്നീട് നിധിധ്യാസം, മനനം ചെയ്ത കാര്യങ്ങൾ സ്വജീവിതത്തിൽ പകർത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാവണം. എന്നാൽ ഇത് നീന്തൽ പഠിക്കുന്നത് പോലെ, സൈക്കിൾ പഠിക്കുന്നത് പോലെ ഒട്ടും എളുപ്പമല്ല. ആദ്യമൊക്കെ പലതവണ വീഴും, നീന്തൽ പഠിക്കുമ്പോൾ പലതവണ വെള്ളത്തിൽ മുങ്ങിപ്പോകും, ശ്വാസം കിട്ടാതെ പിടഞ്ഞു പോകും, ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ പോലും അതിലൊന്നും മനസ്സ് മടുക്കാതെ മനസ്സ് മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം ഈ ലോകത്ത് സുഖം എന്തെന്ന് ഈ ലോകത്തിലെ ഒരു ഭൗതിക വസ്തുക്കൾക്കും നമുക്ക് തരാൻ സാധ്യമല്ല. കാരണം അതൊക്കെ അനിത്യമാണ്. നിത്യമായിട്ടുള്ളത് ഈശ്വരൻ മാത്രമാണ്. ആ ഈശ്വരനിൽ മനസ്സ് വെച്ചാൽ മാത്രമേ നിത്യമായ സുഖം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ നിത്യമായ സുഖത്തിനായിട്ട്, ആ യോഗത്തിനായിട്ട്, ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് വെക്കുക എന്ന ആ യോഗത്തിനായിട്ട് ഭഗവത്ഗീത നന്നായി ശ്രവിക്കുക, നന്നായി മനനം ചെയ്യുക, ഒപ്പം സ്വജീവിതത്തിൽ പകർത്താൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ആദ്യത്തെ ആ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയിൽ ധൃതരാഷ്ട്രർ ചോദിക്കുകയാണ്. ധൃതരാഷ്ട്ര ഉവാച. ഉവാച എന്ന വാക്കിന് പറഞ്ഞു എന്നാണ് അർത്ഥം. പക്ഷെ ഇതിന്റെ ഒരു സന്ദർഭം അനുസരിച്ച് ചോദിച്ചു എന്ന അർത്ഥവും വരും. അപ്പോൾ ധൃതരാഷ്ട്രർ ഇപ്രകാരം സഞ്ജയനോട് ചോദിച്ചു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാഃ യുയുത്സവഃ മാമകാഃ പാണ്ഡവാഃ ച ഏവ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ഹേ സഞ്ജയ, അല്ലയോ സഞ്ജയ, ധർമ്മക്ഷേത്രേ, ധർമ്മം ഇരിപ്പിടമായിരിക്കുന്ന ഈ ക്ഷേത്രം എന്നാൽ സ്ഥലം എന്നർത്ഥം. ധർമ്മം അഥവാ ഈശ്വരൻ ജയിക്കുക, ധർമ്മം ജയിക്കുന്ന ഇടമായിട്ടുള്ള ആ കുരുക്ഷേത്രേ, ആ കുരുക്ഷേത്രമെന്ന യുദ്ധഭൂമിയിൽ സമവേതാഹ വന്നു ചേർന്ന, നിശ്ചയിച്ചുറപ്പിച്ചിട്ട്, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് വന്നു ചേർന്ന, അതാണ് സമവേതാഹ. യുയുത്സവഃ, യുയുത്സ എന്നാൽ യുദ്ധം ചെയ്യുവാനുള്ള ആഗ്രഹം. അങ്ങനെ യുയുത്സവഃ, യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നു നിന്ന, മാമകാഹ, എന്റെ ആളുകളും, പാണ്ഡവാഹ ച ഏവ,
ആ പാണ്ഡവന്മാരും അല്ലെങ്കിൽ പാണ്ഡവന്മാരെ സഹായിക്കാൻ വന്ന ആ പാണ്ഡവരുടെ ആ പടയും ആ ഒരു സേനയും കിം അകുർവത എന്താണ് ചെയ്തത് ഹേ സഞ്ജയ, അല്ലയോ സഞ്ജയ, അല്ലയോ സഞ്ജയ, ധർമ്മം ജയിക്കുന്ന ഇടമായിട്ടുള്ള ആ കുരുക്ഷേത്രം എന്ന യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് നിശ്ചയിച്ചുറപ്പിച്ച് വന്നു ചേർന്ന എന്റെ ആളുകളും എന്റെ പുത്രന്മാരടങ്ങുന്ന ആ എന്റെ സേനയും പാണ്ഡവന്മാരുടെ ആ സേനയും എങ്ങനെയാണ് ഇത് തുടങ്ങിയത്, എന്താണ് അവർ ചെയ്തത്? ഇനി ഓരോരോ വാക്കുകളായിട്ടൊന്ന് വിചാരം ചെയ്താൽ ഈ കുരുക്ഷേത്രം എന്നത് തന്നെ ഒരു ധർമ്മക്ഷേത്രമാണ്. ധർമ്മയുദ്ധത്തിലൂടെ അവിടെ നിന്ന് ജയിക്കുകയാണെങ്കിൽ, ജയിച്ചാലും തോറ്റാലും സ്വർഗമാണ് ഫലം. അതാണ് ആ ഒരു സ്ഥലം തന്നെ യുദ്ധത്തിന് തിരഞ്ഞെടുക്കാൻ കാരണം. ഒരുപാട് കുരു എന്ന ഒരു രാജാവ് ഒരുപാട് യജ്ഞങ്ങൾ നടത്തിയ ഒരു സ്ഥലമാണ് ഈ കുരുക്ഷേത്രം. അതുകൊണ്ടാണ് അതിന് കുരുക്ഷേത്രം എന്ന് തന്നെ പേര് വന്നത്. അപ്പൊ അങ്ങനെ ഒരു യജ്ഞഭൂമിയായിട്ടുള്ള ആ കുരുക്ഷേത്രത്തിൽ വെച്ച് മരണമടയുകയാണെങ്കിൽ സ്വർഗം ഫലമാണ്, ജയിച്ചാൽ രാജ്യവും കിട്ടും. അപ്പൊ എങ്ങനെയായാലും ഗുണമുള്ള ഒരു സ്ഥലമാണ് ആ കുരുക്ഷേത്രം. അതുകൊണ്ടാണ് അത് ധർമ്മക്ഷേത്രമാകുന്നത്. അങ്ങനെ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രം. ഇവിടെ സമവേതായുയുക്സവഃ എന്ന ആ പദത്തിന് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് എന്ന് അർത്ഥം കൊടുക്കുന്നു. കാരണം കൗരവന്മാരും പാണ്ഡവന്മാരും ദീർഘകാലത്തെ ചർച്ചകളും സന്ധി സംഭാഷണങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് പല വിധത്തിൽ ഭീഷ്മരാകട്ടെ, ദ്രോണരാകട്ടെ, ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ദുര്യോധനന്റെ ആ പിടിവാശിയായിരുന്നു ഈ ഒരു യുദ്ധം നടക്കാൻ തന്നെ കാരണം. അപ്പം ഇനി ഒരു വഴിയില്ല, ഇതാണ് ഏറ്റവും അവസാനത്തെ ആ ഒരു അവസരമാണ്. ആർക്കായാലും ഇത് ജയിക്കാനും തോൽക്കാനുമുള്ള അവസാനത്തെ ഒരു അവസരം എന്ന നിലയിലാണ് ഈ ഒരു യുദ്ധം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിശ്ചയിച്ചുറപ്പിച്ച് എത്തിച്ചേർന്നവർ എന്ന അർത്ഥത്തിലാണ് ഇവിടെ സമവേതാഹ യുയുത്സവഃ, ആ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നവർ എന്നാണ് അതിന് അർത്ഥം. അതായത് ഇനി വേറൊരു പോംവഴിയില്ല, ഇനി ഒരു എല്ലാ വഴിയും അടഞ്ഞ ശേഷമുള്ളതാണ് ഈ യുദ്ധം. ഇനി ഇവിടെ ധൃതരാഷ്ട്രരുടെ ആ തമോ ഗുണത്തിന് കാരണമായിട്ടുള്ളത് എന്റെ ആളുകൾ എന്ന ആ ഒരു വിഭജനമാണ്. ഈ പാണ്ഡവരെ തന്റെ ആൾക്കാരായിട്ട് അപ്പോഴും ധൃതരാഷ്ട്രക്ക് കാണാൻ സാധിക്കുന്നില്ല. പാണ്ഡു എന്നത് ഈ ധൃതരാഷ്ട്രരുടെ സഹോദരനാണ്. യഥാർത്ഥത്തിൽ പാണ്ഡുവാണ് ഈ രാജ്യത്തെ ഇത്രയും സമ്പൽ സമൃദ്ധിയാക്കിയത്. പക്ഷെ പിന്നീട് കാട്ടിലേക്ക് പോയതാണ്. അപ്പൊ എന്തുകൊണ്ടും ഈ രാജ്യത്ത് ഈ പാണ്ഡവന്മാർക്ക് മറ്റാരേക്കാളും ആ ഒരു അധികാരമുണ്ട്. പക്ഷെ അവരത് ബലപ്രയോഗത്തിലൂടെ നേടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നിട്ടും ഈ ദുര്യോധനാദികളുടെയൊക്കെ ഈ ഒരു കൊള്ളരുതായ്മ ഒക്കെ സാധിച്ചു കൊടുത്തത് ധൃതരാഷ്ട്രർക്ക് എന്റെ മക്കൾ എന്ന ആ ഒരു ഞാൻ എന്റേത് എന്ന ഈ ചിന്തയാണ് നമ്മളുടെ ഉള്ളിലെ ആ ഒരു ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു യാത്രക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പം മാമകാഹ എന്റെ ആളുകൾ, പാണ്ഡവന്മാർ വേറെ, ഇങ്ങനെ രണ്ടും രണ്ടായിട്ട് കണ്ടതാണ് ധൃതരാഷ്ട്രരുടെ ഏറ്റവും വലിയ ദോഷമായിട്ട് പറയുന്നത്. അപ്പം എന്റെ ആളുകളും പാണ്ഡവന്മാരും എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ധൃതരാഷ്ട്രക്ക് ആ തമോ ഗുണം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ എത്രയോ ആളുകൾ ധൃതരാഷ്ട്രക്ക് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിതുരർ, അനുജനായിട്ടുള്ള വിതുരർ മഹാപണ്ഡിതനാണ്. പലപ്പോഴും ധൃതരാഷ്ട്രർ തന്റെ ഓരോ പ്രശ്നങ്ങൾക്കും ഈ വിതുരരെയാണ് സമീപിക്കാറുള്ളത്. വിതുരർ പലപ്പോഴായിട്ട് ഒരു സത്സംഗം എന്ന നിലയിൽ പല കാര്യങ്ങളും ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും തന്നെ
തന്റെ മനസ്സിൽ ആ ഒരു സച്ചിന്ത വളർത്തിയെടുക്കാൻ ശ്രമിക്കാത്തതിനാൽ ആ ധൃതരാഷ്ട്രരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ആധ്യാത്മിക ചൈതന്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ആ ഈശ്വരത്വം ഉണ്ട്. മാത്രമല്ല, നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മൾ പറയില്ലേ, എന്റെ മനസാക്ഷിക്കനുസരിച്ച് എന്ന് പറയും. ആരാണ് ഈ മനസ്സിന്റെ സാക്ഷി? ഭഗവാനാണ്, ആ ഈശ്വരനാണ്. അപ്പൊ ഈശ്വരൻ നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് വ്യക്തമായ നിർദ്ദേശം തരുന്നുണ്ട്. അത് ദുഷ്ടരായ ആളുകൾക്കും നല്ലവർക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ നല്ലവരായ ആളുകൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ ദുഷ്ടരായ ആളുകൾ ഇത് തെറ്റാണ് എന്ന ഉള്ളിൽ നിന്ന് ഒരു നിർദ്ദേശം കിട്ടിയാലും അതിനെ അവഗണിച്ചുകൊണ്ട് വീണ്ടും തന്റെ സ്വാർത്ഥത കൊണ്ട് തെറ്റ് ചെയ്യുകയാണ്. അപ്പൊ തെറ്റാണെന്ന് ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്, ആരോ ഒരു ശക്തി പറയുന്നുണ്ട്. അത് അവർക്കും കേൾക്കാം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, പിന്നീട് ഇതിനെ എത്രത്തോളം നിരസിക്കുന്നുവോ അപ്പോൾ ആ ഉള്ളിലുള്ള ഈശ്വരന്റെ നിർദ്ദേശങ്ങൾ ആവർത്തിച്ച് നിരസിക്കപ്പെടുമ്പോൾ പിന്നീട് ആ ശബ്ദത്തിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. പിന്നീട് ചെയ്യുന്നതൊക്കെ അവനവന്റെ ആ ഒരു ധാർഷ്ട്യതയുടെയും അവനവന്റെ ആ ഒരു ദുരഭിമാനത്തിന്റെയും ഫലമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതേസമയം ഒരു സാത്വിക ഗുണിയായിട്ടുള്ള സത്വഗുണിയായിട്ടുള്ള ഒരാൾ തന്റെ ഉള്ളിലെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരികയും കൂടുതൽ എന്ത് ചെയ്യുമ്പോഴും ഭഗവാന്റെ ഒരു നിർദ്ദേശം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു പതനം നമുക്കുണ്ടാവുകയില്ല. ജീവിതത്തിലെ എന്തനുഭവം വന്നാലും അതിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിലൂടെ ആ ഒരു നമ്മളുടെ ദുഃഖത്തെ തന്നെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ സത്സംഗം ലഭിച്ചിട്ടും കാര്യമില്ല, അതിനെ മനനം ചെയ്ത് നിധിധ്യാസം ചെയ്ത് അതിനെ ഉറപ്പിക്കണം. പക്ഷെ ധൃതരാഷ്ട്രർ അതിന് മുതിർന്നില്ല എന്നതുകൊണ്ടാണ് എത്രയൊക്കെ ഉപദേശം കേട്ടിട്ടും ധൃതരാഷ്ട്രർക്ക് ആ ഒരു തന്റേത് എന്ന സ്വാർത്ഥത അത് ഉള്ളിൽ നിന്ന് കളയാൻ ധൃതരാഷ്ട്രക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ചോദിക്കുന്നത്, എന്റെ ആളുകളും ആ പാണ്ഡവന്മാരും എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇനി ആ യുദ്ധ ആരംഭത്തിൽ കൗരവ പാണ്ഡവന്മാരും സൈന്യങ്ങളും അവരുടെ മുഖ്യന്മാരും എങ്ങനെ പെരുമാറി എന്നതാണ് ഈ 1-ാം അധ്യായത്തിൽ ഇനിയുള്ള ഭാഗം കൊണ്ട് സഞ്ജയൻ വിവരിക്കുന്നത്. സഞ്ജയൻ ഇനി പറയാണ്, സഞ്ജയ ഉവാച. ഇവിടെ സഞ്ജയൻ ഉത്തരം പറഞ്ഞു എന്നാണ് അർത്ഥം. നേരത്തെയുള്ള ഉവാച വാക്യത്തിന് ചോദിച്ചു എന്നും ഇവിടെയുള്ള ഉവാച വാക്യത്തിന് പറഞ്ഞു എന്നും അർത്ഥം. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനഃ തദാ ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനമബ്രവീത്. തദാ അപ്പോൾ കൗരവ സൈന്യങ്ങൾ ആ കുരുക്ഷേത്രത്തിൽ അണിനിരന്നപ്പോൾ രാജാ ദുര്യോധനഃ തു. ഇവിടെ രാജാവ് ധൃതരാഷ്ട്രരാണെങ്കിലും ഒരു യുവരാജാവ് എന്ന നിലയിൽ ആണ് ദുര്യോധനൻ. അതുകൊണ്ടാണ് രാജാവായ ദുര്യോധനൻ, പ്രത്യേകിച്ച് ദുര്യോധനന്റെ ഒരു വാശിക്കാണ് ഈ യുദ്ധം തന്നെ നടക്കുന്നത്. അങ്ങനെ ദുര്യോധനന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് സത്യത്തിൽ ആ കുരുക്ഷേത്ര യുദ്ധം. അതുകൊണ്ട് രാജാവായിട്ടുള്ള ദുര്യോധനഃ തു, ദുര്യോധനനാകട്ടെ വ്യൂഢം, അവിടെ ഒരു വ്യൂഹമായിട്ട്
പല വ്യൂഹങ്ങളായിട്ടാണ് സൈന്യത്തെ നിർത്തുന്നത്. ഓരോ ആകൃതിയിലാണ് അങ്ങനെ നിർത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ വ്യൂഹമാക്കി നിർത്തിയിരിക്കുന്ന പാണ്ഡവ ആനീകം, പാണ്ഡവന്മാരുടെ ആ സൈന്യത്തെ ദൃഷ്ട്വാ കണ്ടിട്ട് ആചാര്യനായിട്ടുള്ള തങ്ങളുടെ അസ്ത്രവിദ്യയിലെ ആചാര്യനായിട്ടുള്ള ദ്രോണരെ ഉപസംഗമ്യ സമീപിച്ചിട്ട് വചനം ഇപ്രകാരം അബ്രവീത് പറഞ്ഞു. അപ്പോ പാണ്ഡവ കൗരവ സൈന്യങ്ങൾ ആ കുരുക്ഷേത്രത്തിൽ അണിനിരന്നപ്പോൾ രാജാവായ ദുര്യോധനനാകട്ടെ ആ വ്യൂഹമാക്കി നിർത്തിയിരിക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ഗുരുവായ ദ്രോണരെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു. ഇപ്പൊ ധൃതരാഷ്ട്രരുടെ ചോദ്യം തന്നെ ആ കുരുക്ഷേത്രത്തിലെത്തിയ കൗരവന്മാരും പാണ്ഡവന്മാരും എന്തു ചെയ്തു എന്നായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ ആ തുടക്കം മുതൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എത്തിയ ശേഷം ആ യുദ്ധമുഖത്തെത്തി അങ്ങനെ രണ്ട് സൈന്യങ്ങളും ഇരുവശത്തുമായിട്ട് വ്യൂഹങ്ങളെ വിന്യസിച്ചു. ഓരോ തരത്തിലുള്ള ആകൃതിയിലാണ് ഈ ഒരു സൈന്യത്തെ വിന്യസിക്കുന്നത്. അങ്ങനെ ആ വ്യൂഹമായിട്ട് ചമഞ്ഞു നിന്ന ആ പാണ്ഡവ സൈന്യത്തിന്റെ കാഴ്ച ദുര്യോധനനെ സംശയാലുവും പരിഭ്രാന്തനുമാക്കി തീർത്തു എന്നാണ്. കാരണം ദുര്യോധനൻ ആസുരിക സമ്പത്തിന്റെ ഒരു ഉടമയാണ്. അതാണ് ആ ഒരു ധാർഷ്ട്യത, ക്രോധം എല്ലാം തനിക്ക് വേണം എന്നുള്ള ആ ഒരു ചിന്തയാണ് ആസുരികമായ ആ ഒരു ചിന്ത. അപ്പൊ അവർക്ക് എന്തിനും പേടിയാണ്. സംശയവും പരിഭ്രമവും ആ ആസുരിക സമ്പത്തിന്റെ ഉടമയായിട്ടുള്ളവരുടെ ഒരു കൂടപ്പിറപ്പാണ്. എന്നാൽ പോലും നേരായ വഴിക്ക് പോകാൻ അവരുടെ ആ ഒരു ദുരഭിമാനം അവരെ സമ്മതിക്കുകയും ഇല്ല. അപ്പൊ ഇവിടെ ദുര്യോധനന് രാജാവ് എന്ന വിശേഷണം കൊടുത്തതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ആ ഒരു രാജാവാകാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു അഭിമാനവും അധികാരമോഹവും സൂചിപ്പിക്കാനാണ് രാജ ദുര്യോധനഃ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ സേനാധിപതിയാകാൻ അർഹനായിട്ടുള്ള വംശപിതാമഹനുമായിട്ടുള്ള ഭീഷ്മരുള്ളപ്പോൾ എന്തുകൊണ്ട് ദുര്യോധനൻ ദ്രോണരുടെ അടുത്തേക്ക് പോയി എന്നാൽ ഈ ഭീഷ്മർക്ക് പാണ്ഡവരോടുള്ള ആ ഒരു വാത്സല്യം ദുര്യോധനൻ നന്നായിട്ടറിയാം. മാത്രമല്ല ഇവിടെ ദ്രോണർക്കും അർജുനനോടാണ് പ്രിയം എങ്കിൽ പോലും ഗുരു എന്നത് പിതാമഹനേക്കാളും കൂടുതൽ അഭിവന്ദ്യനാണ് എന്നതുകൊണ്ടും ആയിരിക്കാം, അല്ലെങ്കിൽ തനിക്ക് ആ ഗുരുവിനോട് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്ന രീതിയിലാണ് ദുര്യോധനൻ ആ ആചാര്യനായിട്ടുള്ള ദ്രോണരുടെ അടുത്തേക്ക് ആദ്യം തന്നെ പോകുന്നത്. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഇനി പാണ്ഡവ സൈന്യത്തിന്റെയും കൗരവ സൈന്യത്തിന്റെയും ഒരു താരതമ്യ വിവരണമാണ് ഇനി ദുര്യോധനനാണ് പറയുന്നത്. ധൃതരാഷ്ട്രരുടെയും സഞ്ജയന്റെയും ആ ഒരു സംഭാഷണത്തിന് ശേഷം ഇനി ദുര്യോധനൻ പറയുന്നതായിട്ടാണ് അടുത്ത ശ്ലോകം പറയുന്നത്. എന്നാൽ ദ്രോണർക്ക് ഇതൊന്നും അറിയാത്തതാണോ എന്നൊരു സംശയം വരാം. ഇവിടെയുള്ള എല്ലാവരെ കുറിച്ചും ദുര്യോധനൻ അറിയുന്നത് പോലെ തന്നെ ദ്രോണർക്കും അറിയാം. അതാണ് നേരത്തെ പറഞ്ഞത്, ആ ഒരു ആസുരികമായ മനസ്സിന് എല്ലാം ഒരു സംശയമാണ്. ഒപ്പം തന്നെ എന്തൊക്കെ പുറമേക്ക് എനിക്ക് വലിയൊരു ആത്മവിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംശയമാണ്, ആ ആത്മവിശ്വാസ കുറവുണ്ട്. അങ്ങനെ സ്വയം നമ്മൾ ശരിയാണ് അല്ലെങ്കിൽ ഞാൻ ഇത് നേടുമെന്ന് സ്വയം ഇങ്ങനെ ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അതാണ് മൂന്നാമത്തെ ശ്ലോകം. പശ്യേതാം
പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ആചാര്യ അല്ലയോ ഗുരു, തവ അങ്ങയുടെ, ശിഷ്യേണ ശിഷ്യനും, ധീമത ബുദ്ധിശാലിയുമായിട്ടുള്ള, ദ്രുപദപുത്രേണ ദ്രുപദന്റെ പുത്രനായിട്ടുള്ള ധൃഷ്ടദ്യുമ്നാൽ, വ്യൂഢാം അണിനിരത്തപ്പെട്ടതും, പാണ്ഡുപുത്രാണാം ഏതാം പാണ്ഡവന്മാരുടേതുമായിട്ടുള്ള ഈ ഒരു മഹതീം വലിയ ചമൂം ആ സേനയെ പശ്യ കണ്ടാലും. അല്ലയോ ഗുരു, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായിട്ടുള്ള ദ്രുപദപുത്രനായിട്ടുള്ള ധൃഷ്ടദ്യുമ്നാൽ, ധൃഷ്ടദ്യുമ്നാണ് പാണ്ഡവന്മാരുടെ സേനാധിപതി. അങ്ങനെ ആ ധൃഷ്ടദ്യുമ്നാൽ അണിനിരത്തപ്പെട്ടതും പാണ്ഡവന്മാരുടേതുമായിട്ടുള്ള ആ വലിയ സേനയെ അങ്ങ് കണ്ടാലും. ഇവിടെ ദ്രുപദപുത്രൻ എന്ന് എടുത്തു പറയാൻ കാരണം ദ്രോണരും ദ്രുപദരും തമ്മിൽ ഒരു വലിയൊരു ശത്രുതയുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ദ്രോണർ ഒരു സാധാരണ ബ്രാഹ്മണൻ, ദാരിദ്ര്യത്തിൽ വളർന്ന ആൾ. പിന്നീട് ദ്രുപദൻ രാജാവായി. ഈ ഒരു സൗഹൃദം വെച്ചിട്ട് തനിക്ക് എന്തെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദ്രോണർ ദ്രുപദനെ കാണാൻ പോയപ്പോൾ പൂർണ്ണമായും ഈ ദ്രോണരെ അപമാനിച്ചയക്കുകയാണ് ചെയ്തത്. പിന്നീട് ഈ ദ്രോണരെ ഭീഷ്മാചാര്യർ കണ്ടെത്തി അതായത് ഭീഷ്മർ കൊട്ടാരത്തിലെ ഒരു രാജ ആയോധന ഗുരുവായിട്ട്, ആ കുട്ടികളെ എല്ലാം ആയോധന കലയെ പഠിപ്പിക്കുന്ന ഗുരുവായിട്ട് ദ്രോണരെ നിശ്ചയിച്ചു. അതിനുശേഷം ഈ ദ്രുപദനെ കെട്ടിക്കൊണ്ടുവരാൻ വേണ്ടി, പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അർജുനന്റെ നേതൃത്വത്തിൽ ഇവരെ അയക്കുന്നുണ്ട്. അതിനുശേഷം ഈ ദ്രുപദന് ഈ ദ്രോണരോട് ശത്രുതയായി. അങ്ങനെ ഈ ദ്രോണരെ വധിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി, വധിക്കാനായിട്ട് എനിക്കൊരു പുത്രൻ വേണം എന്ന രീതിയിൽ പ്രാർത്ഥിച്ച് ഒരു യജ്ഞം നടത്തിയിട്ടാണ് ഈ ധൃഷ്ടദ്യുമ്നൻ ഉണ്ടായി വന്നത്. അതിന്റെ കൂടെയാണ് ദ്രൗപദിയും ഉണ്ടായി വന്നത്. ഇതറിയാമായിരുന്നിട്ടും, അതായത് തന്നെ വധിക്കാനായിട്ട് ജനിച്ചവനാണ് ധൃഷ്ടദ്യുമ്നൻ എന്നറിഞ്ഞിട്ടും ആ ധൃഷ്ടദ്യുമ്നനെ അസ്ത്രവിദ്യ പഠിപ്പിച്ച മഹാനാണ് ദ്രോണർ. അപ്പൊ ഇതിനെ ഒന്ന് നമ്മൾ പറയില്ലേ, കുത്തി സംസാരിക്കുക. അതായത് കണ്ടോ, അങ്ങ് പഠിപ്പിച്ച ആ ധൃഷ്ടദ്യുമ്നൻ ഇതാ അങ്ങയെ എതിർക്കാൻ എതിരാളിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നു. കണ്ടോളൂ, അങ്ങ് കണ്ണു നിറച്ച് കണ്ടോളൂ, അങ്ങയുടെ ശത്രുവിന്റെ മകനാണിപ്പോ അടുത്ത എതിരാളികളുടെ ആ ഒരു സൈന്യാധിപനായിട്ട് ഇരിക്കുന്നത് എന്ന ഒരു പരിഹാസവും കൂടിയാണ് ആ ഒരു പറച്ചിലിന് പിറകിൽ. ദ്രുപദപുത്രനായിട്ടുള്ള ധൃഷ്ടദ്യുമ്നാൽ നയിക്കപ്പെടുന്ന ആ പാണ്ഡവസേനയെ കണ്ടാലും ഗുരു, അങ്ങ് ഇതൊന്നും ചിന്തിക്കാതെയല്ലേ ആ ദ്രുപദപുത്രനെ അങ്ങ് അസ്ത്രവിദ്യ പഠിപ്പിച്ചത്? കണ്ടോളൂ, ഇനി അനുഭവിച്ചോളൂ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ദ്രോണർ എന്തുകൊണ്ട് എന്നിട്ടും പഠിപ്പിച്ചു എന്ന് വെച്ചാൽ, ആ കാലത്തിന്റെ നിയതിയെ നമുക്ക് തടുക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു മഹാജ്ഞാനി കൂടിയായിരുന്നു ദ്രോണർ. അതുകൊണ്ട് താൻ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും ഈ ധ്രുപദപുത്രനായിട്ടുള്ള ധൃഷ്ടദ്യുമ്നാൽ താൻ വധിക്കപ്പെടുമെന്ന് ദ്രോണർക്ക് അറിയാമായിരുന്നു. എന്നിട്ടും പഠിപ്പിച്ചു കൊടുത്തു എന്നതാണ് ദ്രോണരെ പോലുള്ള ആ മഹാജ്ഞാനികളുടെ ആ ഒരു മഹത്വവും. അങ്ങനെ ആ ദ്രോണരെ ഒന്ന് പരിഹസിച്ചുകൊണ്ടുകൂടിയുള്ള ഒരു വാക്യമാണ് ഇവിടെ ദുര്യോധനൻ പറഞ്ഞത്. കണ്ടാലും ആചാര്യ, അങ്ങയുടെ ശിഷ്യനായിട്ടുള്ള ബുദ്ധിമാനുമായിട്ടുള്ള ആ ധൃഷ്ടദ്യുമ്നാൽ വ്യൂഹം ചമയ്ക്കപ്പെട്ട വ്യൂഹത്തോടുകൂടിയ പാണ്ഡവന്മാരുടെ സൈന്യത്തെ കണ്ടാലും എന്ന് ദുര്യോധനൻ പറയാൻ കാരണം. പശ്യേതാം പാണ്ഡുപുത്രാണാമാചാര്യ മഹതീം ചമൂം
വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.